ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാലേ ഇതിന് തിരി കണ്ടോ ഫുള്ള് തിക്കായിരിക്കും കേട്ടോ. ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഫുള്ളായിട്ട് മണികളുണ്ടാവും. ഇവിടെ എല്ലാ തിരിയിലും ഉണ്ട്. മണി ഫുള്ളായിരിക്കും. ഒരു ഗ്യാപ്പില്ലാതെ മണികളുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അതും നല്ല ബോൾട്ട് മണികളായിരിക്കും. എന്നുണ്ടോ നഖത്തിൻ്റെ ഉള്ളിൽ ചളിയല്ല കേട്ടോ. കുരുമുളക് അറുത്തതിൻ്റെ കറയാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുരുമുളക് അറുക്കലാണ് പണി. അപ്പോൾ അതിൻ്റെ കറയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഒറ്റ വള്ളിയുള്ളൂ കേട്ടോ. ഇതുണ്ടോ ഒറ്റ വള്ളി വെച്ചാണ്. ഈ ഒരു തലവിടെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് അതിമൊന്ന് തൈ എടുക്കാൻ വേണ്ടിയിട്ടേ അവിടെ നിർത്തിയാ. ഇത് നല്ലൊരു മുളകാണ്. അപ്പോൾ ഇതിൻ്റെ തൈ എടുത്തു വെക്കണം. ഇത് വിളവെടുക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് പച്ചക്കുരുമുളകും ഉണക്കിയത് എത്ര ഉണ്ടായിരുന്നൊക്കെ കറക്റ്റ് തൂക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണ്ടേ ഈ മുളകിനെ പറ്റിയിട്ട്. ഇതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാടൻ ചോലപ്പൊടി മുളക്. ഇതും നല്ല ബോൾട്ട് മണികളാണ്. ഇതിപ്പോൾ ഇന്ന് പറിച്ചിട്ട് ഉണക്കാനിട്ടതാ. കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് കുമ്പുക്കലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കുമ്പുക്കലല്ല കേട്ടോ. കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ തിരിയൊക്കെ കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും ഇത് വ്യത്യാസമുണ്ട്.